ഇത്തവണത്തെ വിഷുവിനെ നമുക്ക് കുഞ്ഞുമക്കൾക്ക് വിഷു കഴിഞ്ഞിട്ടും ഇതുപോലെ കാർഡിനുള്ളിലാക്കി കൊടുത്താലോ? പൂക്കളും നിറങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കത്തില്ല. അപ്പോൾ അതിലേക്ക് ഇതുപോലൊരു ചാർട്ട് പേപ്പർ എടുത്തിട്ട് നമുക്കൊന്ന് രണ്ടായിട്ട് മടക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കതിനുള്ളിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പടങ്ങൾ എന്താണോ അത് നമുക്ക് വരച്ചു കൊടുക്കാം. ഇതിപ്പോൾ വിഷുവായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പിക്സ് ഉണ്ടല്ലോ, ഞാൻ അതാട്ടോ വരച്ചു കൊടുക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വേണമെന്നൊന്നുമില്ല, കാർട്ടൂൺ പോലുള്ള രൂപങ്ങളായാലും മതി, അതായിരിക്കുമല്ലോ അവർക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ചാർട്ട് പേപ്പറിൻ്റെ ഒരു പീസ് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ രണ്ടറ്റവും സിക്സാഗ് പോലൊന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ രണ്ടറ്റത്തും നമുക്ക് പശ തേച്ച് കൊടുത്തിട്ട് കാർഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അത് എവിടെയാണോ നമുക്ക് വിഷു കൈനീട്ടം വെക്കേണ്ടത് അവിടെയായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ കാർഡിനുള്ളിൽ ലെഫ്റ്റ് സൈഡിൽ സെൻറ്ററിലായിട്ടാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പം അതൊന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്കിതിനകത്ത് ബാക്കിയുള്ള അലങ്കോല പണികളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നമുക്ക് പടങ്ങളൊക്കെ കൊടുക്കാവേ. അപ്പം കണിക്കൊന്നയോ ഓടക്കുഴലോ അതല്ല മൈപ്പീലിയോ ശ്രീകൃഷ്ണനോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കതിനകത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനൊരു ഹാപ്പി വിഷുവും കൂടി എഴുതിയിട്ട് കൈനീട്ടം ഇതുപോലെ ഇതിനകത്തോട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് ഞാനിത് കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് ഞാൻ ശ്രീകൃഷ്ണനെ ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി വിടാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഒന്ന് കളർഫുൾ ആക്കിയേക്കാമെന്ന് വിചാരിച്ചു. കാരണം വേറൊന്നുമല്ല, നോർമൽ ചാർട്ട് പേപ്പറിലാണെങ്കിൽ നമുക്ക് കളറിങ് ഭയങ്കര ഈസി ആയിരിക്കും. പക്ഷേ ഇത് നമ്മുടെ ഫോട്ടോ പ്രിൻ്റ് എടുക്കുന്ന ഒരു ടൈപ്പിലെ പേപ്പർ മിച്ചം വന്നത് ഞാൻ ഒന്ന് എടുത്ത് വെച്ചതാട്ടോ, എന്തിനെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിനകത്തൊരു വാക്സ് പോലെ ഉള്ളതുകൊണ്ട് കളറിങ് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ സ്കെച്ച് ചെയ്തതിന് ശേഷം ഇതൊന്ന് സ്പ്രെഡായി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ അത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ വിഷു കൈനീട്ടം ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ വർഷത്തെ എൻ്റെ വിഷു കാർഡ്സ് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് എത്ര എണ്ണം വേണോ അത്രയും നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഞാനൊരു 6-7 കാർഡ്സ് ഞാൻ ഉണ്ടാക്കി എടുക്കുന്നുള്ളൂ കേട്ടോ. അതിനകത്ത് പല പല പടങ്ങളായിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. ചിലത് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് വിടുകയാണ്, ചിലത് ഞാനിപ്പോൾ കളറ് കൊടുക്കുന്നുണ്ട്. അത് എൻ്റെ മൂഡ് മാറുന്നതിനനുസരിച്ച് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ബാക്കിയും കൂടി ചിലപ്പം കളറിങ്ങൊക്കെ ചെയ്തെടുക്കും. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വിഷു കാർഡ്സ്.